ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇതേ ഇന്ന് ഈ ഒരു കുപ്പി വെച്ചിട്ടാണ് നമ്മുടെ ഫുൾ കലാപരിപാടീസ് നടക്കുന്നത്. ഈ കുപ്പിന്ന് ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുള്ളൂ. പൊട്ടുന്ന കുപ്പി ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി പ്ലാസ്റ്റിക് ആയാലും പ്രശ്നമൊന്നുമില്ല, വെച്ചിട്ട് ചെയ്യാം കേട്ടോ. സോ ഈ ഒരു ഐറ്റം ആരുടെ കയ്യിലും ഇല്ലാണ്ടിരിക്കില്ല എന്ന് എനിക്കറിയാം. കാരണം നമ്മുടെ എല്ലാവരുടെ വീട്ടിലും വേസ്റ്റായിട്ട് കളയുന്ന ഐറ്റംസാണ് ഇതൊക്കെ അല്ലേ. അപ്പോൾ ഇത് ഇതിന് പകരം ഞാൻ കണ്ടോ, എൻ്റെ കയ്യിൽ കണ്ടോ ഒരു ജാമിൻ്റെ കുപ്പിയൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ കുപ്പി എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അതിലെ ആ സ്റ്റിക്കറൊക്കെ കളഞ്ഞിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്താൽ മതി. പിന്നെ അതേ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ ത്രെഡ് വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് ചാക്കുനൂലാണ്. ചാക്കുനൂൽ എൻ്റെ കയ്യിൽ ഈ ഒരു പീസേ ഉള്ളായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ ചെയ്യുന്നത് ഫുള്ളായിട്ട് ചാക്കുനൂൽ വെച്ചിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. ചാക്കുനൂൽ എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ടാണ് ഞാൻ വേറൊരു ത്രെഡ് എടുത്തത്. ആ ത്രെഡ് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഒരു വൈറ്റ് കളർ ത്രെഡാണ്. അതിൻ്റെ നെയിം എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കുറച്ച് കട്ടിയുള്ള ത്രെഡാണ്. പല പല ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ വാങ്ങുന്ന ഷോപ്പിലൊക്കെ ഉണ്ടാവും. ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. അതിൻ്റെ പല കളേഴ്സും അവൈലബിൾ ആണ് കേട്ടോ. ഒരു റെഡ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അത് കഴിഞ്ഞതാണ്. ഇപ്പോൾ ഇത് വൈറ്റ് ആണ്. അതേപോലെ പല പല കളേഴ്സ് കാണാറുണ്ട്. അതിന് 10 റുപ്പീസിൻ്റെ ചെറുതുണ്ട്, അതേപോലെ വലിയ ബണ്ടിലാണെന്നുണ്ടെങ്കിൽ 25 റുപ്പീസ്. ആ ഒരു റേഞ്ചിലാണ് ഏകദേശം റേറ്റൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വാങ്ങാൻ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങാം. എന്നിട്ട് ഇതേ ഈ മുകൾ ഭാഗത്ത് ഞാൻ ആദ്യം നമ്മുടെ ചാക്കുനൂല് യൂസ് ചെയ്തിട്ടൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ടൊന്ന് ചുറ്റിയിട്ട് കെട്ടി കൊടുക്കുന്നുണ്ട്. ചാക്കുനൂലിന് പകരം ജൂട്ട് ത്രെഡ്, ക്യാഷ് കൊടുത്ത് വാങ്ങുകയാണെങ്കിൽ ജൂട്ട് ത്രെഡ്, അല്ലെങ്കിൽ നമുക്ക് ക്യാഷ് ലാഭിക്കാനാണെങ്കിൽ നമ്മുടെ സ്റ്റേഷനറി ഐറ്റംസൊക്കെ നമ്മൾ കൊണ്ടുവരുമ്പോൾ, പച്ചക്കറി സാധനങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ, പച്ചക്കറിയല്ല ഈ പേപ്പറിൽ പൊതിഞ്ഞ് കിട്ടുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പൊതിഞ്ഞ് വരുമ്പോൾ എന്തായാലും ചാക്കുനൂല് ഒന്നരെണ്ണം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അമ്മേനോട് എടുത്തേക്കാൻ പറഞ്ഞിട്ട് അത് യൂസ് ചെയ്താൽ മതി കേട്ടോ. അതിൽ നമുക്ക് ലാഭം. നമ്മൾ കുറച്ച് വിൻറ്റേജ് ലുക്സാണ് ഇവിടെ കൊണ്ടുവരാൻ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ചാക്കുനൂലും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനത്തെ ചാക്കുനൂലുകൊണ്ടുള്ള പരിപാടി കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന വൈറ്റ് ത്രെഡ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടുണ്ട് ഇതുപോലൊന്ന് ഫുള്ളായിട്ട് ചുറ്റിയിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ചുറ്റി കെട്ടിട്ട് കൊടുക്കുന്നതിന് പകരം എന്ത് ചെയ്യാം, ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുത്താലും മതി കേട്ടോ. പിന്നെ ഇനി ഇതെന്തിനൊക്കെ യൂസ് ചെയ്യാമെന്ന് പറയാം. ഒരു മെത്തേഡ് നമ്മളെ കയ്യിൽ ഇതെങ്ങനെ കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും അല്ലെങ്കിൽ കുറച്ച് നോർമൽ ഫ്ലവേഴ്സും ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ വിട്ട് കൊടുക്കുക കേട്ടോ. എനിക്ക് ചിരി വരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫ്ലവേഴ്സിൻ്റെ ഒരു ഷോ ആണ് ഇന്ന് നടക്കുന്നത്. ഇന്ന് നമുക്കൊരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ പോയപ്പം ഹിന്ദുസിൻ്റെ വെഡിങ് ആയിരുന്നു. അപ്പോൾ സ്റ്റേജ് ഡെക്കറേഷനിൽ ഒറിജിനൽ ഫ്ലവേഴ്സാണ്. ഞാൻ ചെന്നപ്പോൾ എല്ലാവരും ഓരോരോ ഫ്ലവേഴ്സ് പറിച്ചു കൊണ്ടുവന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തെങ്കിലും നമുക്ക് എടുത്താലും വിചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ. എനിക്കിങ്ങനെ ഒരു യൂസും കൂടെ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. കാരണം എല്ലാവരും എടുത്തു കൊണ്ടുപോകുമായിരുന്നു, വലിയ ആൾക്കാരെല്ലാവരും എടുത്തു കൊണ്ടുപോകുന്നുണ്ട്. അതെന്തായാലും അവിടെ കിടന്ന് ചീത്തയാവുള്ളൂ. അപ്പോൾ അത് എടുത്തു പോകുന്നു. അപ്പോൾ ആ കുറച്ച് ഫ്ലവേഴ്സാണ് ഇപ്പം നിങ്ങൾ കണ്ടത് അതിൽ വെച്ചത്. അപ്പോൾ നമുക്ക് അങ്ങനെ നമ്മുടെ കയ്യിൽ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിലിട്ട് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡസ്റ്റ് ഡെക്കോർ ആക്കിയിട്ട് യൂസ് ചെയ്യാം. അതെല്ലാം തന്നെ നമുക്ക് പെൻ ഹോൾഡർ ആക്കിയിട്ടൊക്കെ യൂസ് ചെയ്യാം. ഇനി ഒന്നും കൂടി ഒരു വിൻറ്റേജ് ലുക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ക്യാരി ബാഗ് ഉണ്ടല്ലോ, അതിന് ഇതേ ആ മുകളിലത്തെ ആ ഒരു ഡിസൈൻ വരുന്ന പോർഷൻ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ കുപ്പീൻ്റെ സൈസിൽ അതൊന്ന് കട്ട് ചെയ്തിട്ടെടുത്തു. ഇനി ഇത് കുപ്പിയിലോട്ട് ഒട്ടിച്ച് കൊടുക്കണം. ഒട്ടിക്കാൻ വേണ്ടി ഞാൻ പേപ്പർ ഗ്ലൂ ആണ് യൂസ് ചെയ്തത്. കുഴപ്പമൊന്നുമില്ല, സ്റ്റിക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ പേപ്പർ ഗ്ലൂ തേച്ചിട്ട് മറ്റേ സൈഡും കറക്റ്റാക്കിയിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ആ ബെല്ലൈക്കണിൽ പോയിട്ട് ഇപ്പം തന്നെ ഓൾ എന്ന നോട്ടിഫിക്കേഷന് കൊടുക്കുക കേട്ടോ. അങ്ങനെ കൊടുത്താലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തുള്ളൂ. സോ അതും കൂടെ ചെയ്യണം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഓഫ് കോഴ്സ് ലൈക്ക് ചെയ്യുക, അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കുപ്പി ഒന്നും കൂടെ സുന്ദരനായിട്ടുണ്ട്. ഇനി ഇതേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലവേഴ്സ് ഇട്ട് വെക്കാം. പിന്നെ നെക്സ്റ്റ് ഒരു ഐഡിയ ആണിത്. നമുക്കൊരു അടിപൊളി DIY ലാമ്പായിട്ട് ഇത് യൂസ് ചെയ്യാം കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. കാരണം ഞാൻ ചെയ്തപ്പോൾ കൂടെ ഇത്ര ഭംഗി പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ അടിപൊളിയാണ്. നോക്കിയിട്ട് നൈറ്റ് വ്യൂ ആണെങ്കിൽ ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് വെച്ചാൽ ഉണ്ടാവുക. ഈ ഒരു ലൈറ്റിന് ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്, ഓൺലൈനായിട്ടും കിട്ടുന്നുണ്ടാവും. ഓൺലൈനായിട്ട് എനിക്ക് തോന്നുന്നത് ബൾക്കായിട്ടാണ് വാങ്ങാൻ കിട്ടുന്നത്, സിംഗിളായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്ത് നല്ലൊരു അടിപൊളി ലാമ്പായിട്ട് നമുക്ക് ഡെസ്കിലും റൂമിലും ഒക്കെ വെക്കാം പറ്റും. പിന്നെ ഇതുപോലെ പെൻ ഹോൾഡറായിട്ട് യൂസ് ചെയ്യാം. നമ്മുടെ പിന്നെ സ്കെയിൽ പെൻസിൽസൊക്കെ ഇട്ട് വെക്കാം, നമ്മൾ ഡെസ്കിൽ വെക്കാം. അപ്പോൾ ഒരു അടിപൊളി ഡെസ്ക് ഡെക്കോറാണ്, ഫ്ലവർ വേസ് ആണ്, അതുപോലെ പെൻ ഹോൾഡറാണ്. പിന്നെ ഒരു DIY ലാമ്പായിട്ട് നിങ്ങൾക്കിത് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഒന്നും കൂടി വിൻറ്റേജ് ലുക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ അവിടെ കുറച്ച് എഴുതുന്നുണ്ട് കേട്ടോ. ഈ എഴുതുന്നതിൻ്റെ ഇടയ്ക്ക് എന്തോ തോന്നപ്പോൾ എനിക്കൊന്നും എഴുതാൻ കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ എന്തൊക്കെയോ എഴുതി വെക്കുന്നുണ്ട്. അത് ജസ്റ്റ് നമുക്ക് ആ ഒരു വിൻറ്റേജ് ലുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാമെന്നുള്ളൂ. എന്തെങ്കിലുമൊക്കെ വെറുതെ ഇങ്ങനെ കുത്തി വരച്ചാലൊക്കെ മതി. അപ്പോൾ അതിൻ്റെ ഒരു വിൻറ്റേജ് ലുക്ക് കൂടും. അത്രയേ ഉള്ളൂ കേട്ടോ. അത്രയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. എന്തായി അറിഞ്ഞൂടാ. അപ്പോൾ അങ്ങനെ
പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ മറക്കാണ്ട് പറയുന്നൊരു കാര്യമാണ് നമ്മുടെ ഗീവവേൻ്റെ കാര്യം ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കണ്ടാൽ മതി. ഒരു വോൾ പോസ്റ്റേഴ്സിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ പറയുന്നുണ്ട് കേട്ടോ. കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റിൽ നിന്നാണ് നമ്മൾ വിന്നറിനെ തിരഞ്ഞെടുക്കുക. 1K ആവുന്നതാണ് കേട്ടോ ഗീവേ ചെയ്യുന്നത്. നെക്സ്റ്റ് ഐറ്റം നോക്കാം. നെക്സ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് ന്യൂസ് പേപ്പറാണ്, മലയാളം പത്രമാണ് കേട്ടോ. അത് ഇതുപോലെ നമുക്ക് വേണ്ട കുപ്പിൻ്റെ സൈസ് നോക്കിയിട്ട് ആ ഒരു സൈസിൽ ഒരു പീസ് കട്ട് ചെയ്തിട്ട് എടുത്തു. കുറച്ച് എഴുത്തുള്ള ഭാഗം കട്ട് ചെയ്തിട്ട് എടുക്കാൻ നോക്കുക. ഈ പിക്ചേഴ്സൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത്ര ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ കുറച്ച് എഴുത്തും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ന്യൂസ് വരുന്ന ആ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ മടക്കിയിട്ട് അതുപോലെ ഇതേ ഒരു ലവ് ചിഹ്നം ഹാർട്ടിൻ്റെ ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ കുപ്പീൻ്റെ എന്ത് ചെയ്യുക, അതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതും അതുപോലെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഡെസ്കിലൊക്കെ വെക്കാൻ പറ്റിയ അടിപൊളി സാധനമാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇത് ചെയ്തിട്ട് വേറെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പേപ്പർ ഒട്ടിച്ച് കീറി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇതേപോലെ തന്നെ ചെയ്തു വെച്ചിട്ട്, കാരണം അത്രയ്ക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇതും അതുപോലെ നമുക്ക് DIY ലാമ്പായിട്ട് യൂസ് ചെയ്യാം. ഇതുപോലെ ലൈറ്റ് ഇട്ട് കൊടുത്ത് നമുക്ക് നല്ല അടിപൊളി ഇതേ ക്യൂട്ടായിട്ടുള്ള ഒരു ലാമ്പ് കിട്ടും. നല്ല ഭംഗിയാണ്. ഡെസ്കിലും റൂമിലൊക്കെ നമുക്ക് ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ലാമ്പാണ്. നിങ്ങൾ ഈ ലൈറ്റ് എന്തായാലും വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മളെ ഫ്ലവേഴ്സ് ഇട്ട് വെക്കാം, അതുപോലെ പെൻ ഹോൾഡർ ആക്കിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇനി ഒന്നും ഇടാനില്ലെങ്കിൽ അത് അവിടെ വെറുതെ വെച്ചാൽ മതി. പിന്നെ അതുപോലെ നമുക്ക് ക്യൂട്ടായിട്ടുള്ള ഈ കല്ലുകൾ, എന്താ പറയുക, നമ്മുടെ ഈ ബീച്ചിൽ നിന്നൊക്കെ കിട്ടുന്ന സാധനങ്ങളില്ലേ, എന്താ അതിന് പറയുക, ഈ ശംഖൊക്കെ പോലത്തെ ഐറ്റംസ് അങ്ങനത്തെ ഒക്കെ ഇട്ട് വെക്കാം. ഇനി നല്ല നല്ല ഭംഗിയുള്ള പേൾസ് ഉണ്ടെങ്കിൽ അതിട്ട് വെക്കാം. അങ്ങനെ മഞ്ചാടിക്കുരു അതൊക്കെ ഇട്ട് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും, അടിപൊളിയായിരിക്കും. ഈ ഹാർട്ടിൻ്റെ അകത്ത് കൂടെ ഇങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ പിന്നെ പറയാനുള്ളത്, ഈ ഹാർട്ടിന് പകരം നമുക്ക് പല ഷേപ്പ്, നിങ്ങൾക്ക് റൗണ്ട് വേണമെങ്കിൽ അങ്ങനെ ഷേപ്പിൽ വെട്ടിയെടുക്കാം. ഇനി എന്തെങ്കിലും ഫേസ് പോലെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഫ്ലവർ ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെയൊക്കെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെയ്താൽ എങ്കിലും അതും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. നെക്സ്റ്റ് ഞാൻ ഈ ത്രെഡ് വെച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്. വേറെ ഒന്നുമില്ല, നമ്മൾ നേരത്തെ എടുത്ത വൈറ്റ് ത്രെഡ് ഉണ്ടായിരുന്നല്ലോ, അത് ഇതേ കുറച്ച് ഈ താഴെ ഭാഗത്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ ചുറ്റിയിട്ടെടുക്കുകയാണ്. ചുറ്റിയിട്ട് ഞാൻ ഒട്ടിക്കണമൊന്നുമില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് രണ്ടറ്റം കൂടെ കൂടിയിട്ട് കെട്ടുകയാണ്. അങ്ങനെ താഴെ ഭാഗത്തും കുറച്ചും കൂടെ സെൻറ്ററിൽ നിന്ന് മാറിയിട്ട് കുറച്ച് ക്യാപ്പ് ഇട്ടിട്ട് മുകൾ ഭാഗത്തും ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും ഒരു വിൻറ്റേജ് ലുക്ക് തന്നെയാണ്. ആൻഡ് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂസ് ചെയ്യാം. ഫ്ലവർ വേസോ പെൻ ഹോൾഡറോ ഡെക്കോറോ ലാമ്പാക്കിയിട്ടോ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ, നല്ല അടിപൊളി ഒരു വിൻറ്റേജ് ലുക്കാണ്. അപ്പോൾ വിൻറ്റേജ് ഞാൻ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ വിൻറ്റേജ് ലുക്ക് ഇഷ്ടപ്പെടുന്നവർക്കായിരിക്കും ഇഷ്ടപ്പെടുക. ഒരു അസ്തറ്റിക് ഡെക്കോസ് ആണ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നെക്സ്റ്റ് ഈ ജാർ വെച്ചിട്ട് തന്നെ നമുക്ക് കിച്ചണിൽ യൂസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് പറയുന്നത്. നമുക്ക് ഈ പൊടികളൊക്കെ ഇട്ട് വെക്കാൻ നമ്മൾ ജാറുകളിലൊക്കെ യൂസ് ചെയ്യാറുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ വേണ്ടിയിട്ട് നമുക്ക് ഈ ജാർസൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ലുക്കിന് കൊടുക്കുക. പെയിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെയിൻറ്റ് ചെയ്യും. ഞാനിതുപോലെ വെച്ചിട്ടുള്ള ത്രെഡ് ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ത്രെഡ് ചുറ്റി കൊടുത്തിട്ട് ഇപ്പോൾ നമുക്ക് ചില്ലി പൗഡർ ആണെന്നുണ്ടെങ്കിൽ ചില്ലി പൗഡർ, അങ്ങനെ മലയാളത്തിൽ വേണമെങ്കിൽ മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെയൊക്കെ എഴുതിയിട്ടാണെങ്കിൽ കുഴപ്പമില്ല. നമുക്കറിയാൻ വേണ്ടിയിട്ട് കളർ കണ്ടാൽ നമുക്ക് മനസ്സിലാവും, പക്ഷേ അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ ഒരു ലുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് കിച്ചണിലും ഇതുപോലെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ ചെയ്തതിൽ നിങ്ങൾക്ക് ഏത് വർക്കാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്